എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ തീരുമാനവും എടുക്കാൻ. തന്റെ ഇന്നത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി അബിൻ വർക്കി പറഞ്ഞു. KPCC പ്രസിഡന്റും KSU പ്രസിഡന്റും ക്രിസ്ത്യൻ ആയതുകൊണ്ട് താങ്കൾ തഴയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഒരു ക്രിസ്ത്യാനി ആയതാണോ താങ്കൾക്ക് പ്രശ്നമായത്? പത്രക്കാരുടെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് ചിലർ വിവാദമാക്കുന്നത്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുദ്രാവാക്യം ആയിരുന്നു ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്നത്. മതേതരത്വം എന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ പേറുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അംഗമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും പ്രത്യേക സമുദായമായതാണോ ഘടകം ആയത് എന്നത് നേതൃത്വം വിശദീകരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അങ്ങനെ മതേതരത്വം പേറുന്ന ഒരു പ്രസ്ഥാനത്തിന് താനൊരു ക്രിസ്ത്യാനി ആയതാണോ പ്രശ്നം? അതല്ലല്ലോ. ഈ അവസാന വാക്കുകൾ കട്ട് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ചിലരെന്ന് അബിൻ വർക്കി പറഞ്ഞു. അല്ല, യൂത്ത് കോൺഗ്രസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ വിളിച്ചു വളർന്ന മുദ്രാവാക്യം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ മുദ്രാവാക്യം വിളിച്ചാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളൊക്കെ മതേതരത്വം മുറുക്കെ പിടിച്ച് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുമാണ്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഇപ്പോൾ ഞാനതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകമെന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ വിശദീകരിക്കുന്നത്. ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു മതേതരത്വം പേർന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ? ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എന്റെ കുഴപ്പം? അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട് മുരളീധരന്റെ പ്രതികരണവും നമുക്ക് കാണാം. എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും ഒരു കോമ്പിനേഷനിലാണ് പാർട്ടി എല്ലാ തീരുമാനവും എടുക്കാൻ. അല്ലാതെ ഏതെങ്കിലും മതത്തിനോട് പ്രത്യേക മമതയോ ഏതെങ്കിലും മതത്തിനോട് വിരോധമോ ഇല്ല. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അതാണ് പാർട്ടി സ്വീകരിച്ചിട്ട നയം. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിലെ ഒരു പാക്കേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പാക്കേജിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഭാവിയിൽ വരുത്തണമെങ്കിൽ അത് മാറ്റുന്നതിന് വിരോധമില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ പാക്കേജ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. അത് എല്ലാവരും അംഗീകരിച്ചു. കാരണം യൂത്ത് കോൺഗ്രസ്സിന് കഴിഞ്ഞ 2 മാസമായിട്ട് പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല. ഇനി ആ കുറവ് പരിഹരിച്ചുകൊണ്ട് ശ്രീ ജനീഷിൻ്റെ നേതൃത്വത്തിൽ ശ്രീ അബിൻ വർക്കിയുടെ ഒക്കെ സഹായത്തോടു കൂടെ ശക്തമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. അതൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. അത് ഹൈക്കമാൻഡ് അക്കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന് അബിൻ വർക്കിയും, എന്നാൽ ദേശീയ തലത്തിൽ കേരളത്തിൽ ഇന്ന് തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമെന്ന് KPCC പ്രസിഡന്റ് പറയും. ഇതൊക്കെ പ്രായോഗികമാണോ? അതിനെന്താ, കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സവുമില്ല. നമ്മുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ കൂടെ താല്പര്യം കേരളത്തിൽ പ്രവർത്തിക്കാനാണ്. അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിലും പ്രയോജനപ്പെടുത്തും, എന്നാൽ ദേശീയ തലത്തിലും പ്രയോജനപ്പെടുത്തും. ഒരിക്കലും അല്ല. അദ്ദേഹം അങ്ങനെ അച്ചടക്ക ലംഘനം നടത്തുന്ന ആളല്ല. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ അസറ്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സേവനം 100% പാർട്ടി പ്രയോജനപ്പെടുത്തും. മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് പരിഗണനയുണ്ടാവും.